ഇന്ത്യയുടെ തൃശൂൽ അഭ്യാസത്തിന് മുമ്പായി ഇപ്പോൾ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമാബാദിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതകൾ അടിവരയിടുന്ന നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. 3:30 മുതൽ രാവിലെ 6 വരെ പാകിസ്ഥാൻ ജെറ്റുകൾ ഇന്ത്യൻ അതിർത്തിയിൽ പറന്നു പൊങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഉയർന്ന ജാഗ്രതക്കിടയിലും ഒന്നിലധികം തവണ അത് പറന്നുയർന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ സർ ക്രീക്ക് പ്രദേശത്ത് ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യ 10 ദിവസത്തെ തൃശൂൽ എന്ന അഭ്യാസം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. ഇന്ത്യയുടെ ത്രിസേവന സൈനികാഭ്യാസമായിട്ടുള്ള തൃശൂലിനായി നോട്ടാം സജീവമാക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് 3 പ്രധാന വ്യോമത്താവളങ്ങളായിട്ടുള്ള ഷർക്കോട്ട്, റിസാൽപൂർ, മിയാൻ വാലി എന്നിവിടങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറത്തിവിട്ടത് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പുലർച്ചെ 3:30 മുതൽ രാവിലെ 6 വരെ പാകിസ്ഥാൻ ജെറ്റുകൾ പറന്നു. ഉയർന്ന ജാഗ്രതക്കിടയിലും ഒന്നിലധികം തവണ അത് പറന്നുയർന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലെ സർ ക്രീക്ക് പ്രദേശത്ത് ഒക്ടോബർ 30 മുതൽ 10 വരെ ഇന്ത്യ 12 ദിവസത്തെ അഭ്യാസം ആരംഭിക്കുകയാണ്. അതിർത്തിക്കടുത്തുള്ള സെൻസിറ്റീവ് മേഖലകൾ സംരക്ഷിക്കുന്നതിനായി മധ്യ തെക്കൻ വിമാന റൂട്ടുകളിലൂടെയുള്ള വ്യോമാതിർത്തി നിയന്ത്രിക്കാനുള്ള തീരുമാനവുമായി പാകിസ്ഥാൻ പെട്ടെന്ന് വ്യോമാക്രമണം നടത്തിയിരുന്നു. വലിയ തോതിലുള്ള ഈ അഭ്യാസത്തിനായി ഇന്ത്യ നോട്ടാമിനെ അറിയിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചത്. അതേസമയം തൃശൂൽ അഭ്യാസത്തിൽ ഇന്ത്യ സായുധ സേനയുടെ 3 വിഭാഗങ്ങളായിട്ടുള്ള കര, നാവിക, വ്യോമസേന എന്നിവയുടെ ഏകോപിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുന്നത്. സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി 20,000-ലധികം സൈനികരെയും പ്രധാന യുദ്ധ ടാങ്കുകൾ, ഹോവിസ്റ്ററുകൾ, മിസൈൽ സംവിധാനങ്ങൾ, സായുധ ഹെലികോപ്റ്ററുകൾ എന്നിവയും സൈന്യം വിന്യസിക്കും. ഇന്ത്യൻ വ്യോമസേന ഒരേ സമയം മഹാഗുജ്രാജ് എന്ന അഭ്യാസവും നടത്തും. അതിൽ മുൻനിര റഫേലുകളും സുഹോയ് 30 MKIകളും വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് വിമാനങ്ങളും വായുവിൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും കൃത്യതാ നിരീക്ഷണ ദൗത്യങ്ങൾക്കായി RPMകളും വിന്യസിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. സംയുക്ത സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും തീരദേശ പ്രതിരോധ സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗുജറാത്ത് തീരത്ത് നാവികസേന ഫ്രിഗേറ്റുകളും ഡിസ്ട്രോയറുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.